തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസൻ ഒരു വെളിപ്പെടുത്തൽ നടത്തി. അതായത് നമ്മളൊക്കെ തന്നെ ലജ്ജിക്കുന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ശോചനീയാവസ്ഥ. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലാതിരിക്കുന്നു. അവിടെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ മാത്രമല്ല, വേണ്ട തരത്തിലുള്ള പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഒരു മെഡിക്കൽ കോളേജായി മാറിയിരിക്കുന്നു. ഇത് ഒരു വകുപ്പിൻ്റെ മേധാവി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വലിയ വാർത്തയായി. അത് ഔദ്യോഗിക തലം ഒക്കെ തന്നെ ഞെട്ടിപ്പോയി. ഇത് അതുവഴി പോയിട്ടുള്ള, മെഡിക്കൽ കോളേജിനകത്ത് കയറണമെന്നില്ല, പുറത്തൂടെ പോയിട്ടുള്ള ഒരാൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു തവണയെങ്കിലും അകത്ത് കയറിയിട്ടുള്ളവർ പറയുന്ന കാര്യമാണ്, അവരൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരാൾ നിന്ന് വിളിച്ചു പറയുമ്പോൾ അത് ആര് വകവയ്ക്കും? അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊന്നും ഇവിടെ, അല്ലെങ്കിൽ ആ പറച്ചിലുകൾക്ക് കേൾവിക്കാരുണ്ടാകില്ല, പ്രസക്തി ഉണ്ടാകില്ല. അതൊക്കെ അന്തരീക്ഷത്തിൽ നിന്ന് അങ്ങ് മാഞ്ഞു പോകും. പക്ഷെ ഇവിടെ ഈ ഹാരിസ് ഹസൻ ഇട്ട ഒരു സമൂഹ മാധ്യമത്തിൽ ഇട്ട കുറിപ്പാണ് അതങ്ങ് വൈറലാകുകയും അതിപ്പോൾ പൊതുസമൂഹം ചർച്ച ചെയ്യുകയും ഔദ്യോഗിക തലത്തിൽ വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ ഉയരുകയോ ഒക്കെ ചെയ്യുന്നു. അദ്ദേഹം ഇട്ട കുറിപ്പിലെ ഒരു വാക്യം ഇതാണ്: പല രോഗികളും പണം പിടിച്ചെടുത്ത് ഉപകരണങ്ങൾ വാങ്ങി തരുന്നത് കൊണ്ടാണ് കുറെയെങ്കിലും ശസ്ത്രക്രിയകളും ചികിത്സയും നടക്കുന്നത്. സാധാരണ ജനങ്ങളുടെ ആശ്രയവും അത്താണിയുമാണ് ഞാൻ പഠിച്ചു വളർന്ന് ഇന്ന് ജോലി ചെയ്യുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അതിനോട് നീതി പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഈ ചോദ്യം നമ്മുടെ നേരെ ഉയർത്തുന്ന വലിയൊരു ചോദ്യമാണ്. ഇതിനാരാണ് ഉത്തരം കൊടുക്കുക? 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ഇടങ്ങളെക്കുറിച്ച് വളരെ കാര്യമായിട്ട് പറയുകയും അത് പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റുകയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഒന്ന്, കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം. രണ്ട്, കേരളത്തിലെ പൊതുജന ആരോഗ്യം. കേരളത്തിലെ പൊതുജന ആരോഗ്യത്തിൻ്റെ പേരിൽ PR വർക്ക് നടത്തി നെഹളിപ്പ് നടത്തുകയാണ് കുറെ കാലമായിട്ട് കേരളത്തിൽ. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് കാലം നെഹളിപ്പിൻ്റെ അങ്ങേയറ്റമായിരുന്നു. ഇവിടെ മാത്രം കോവിഡ് വന്നിട്ടില്ല, ബാക്കി എല്ലായിടങ്ങളിലും വന്നു. ഞങ്ങൾ ബോർഡറിൽ വെച്ച് തടഞ്ഞു എന്നുള്ള മട്ടിലായിരുന്നു. ഞങ്ങൾ പ്രതിരോധം തീർത്തു ഈ മരുന്നുകൾ കൊണ്ട്. പിന്നെ പ്രത്യേകിച്ച് സഖാവ് MA ബേബിച്ചായൻ്റെ ആ ഒരു പ്രസംഗം ഉണ്ടല്ലോ കോവിഡിനെതിരായിട്ടുള്ള, അതും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കോവിഡെല്ലാം മടങ്ങിപ്പോയി എന്ന് പറഞ്ഞു. KK ശൈലജ വിദേശങ്ങളിൽ നിന്ന് ധാരാളം അവാർഡുകളൊക്കെ വാങ്ങിക്കൂട്ടി. എന്തിൻ്റെ പേരിൽ? കേരളത്തിലെ മികച്ച ആരോഗ്യ പ്രവർത്തനം എന്നുള്ള രീതിയിൽ. ഇപ്പം 2021 വീണ ജോർജ് വന്നത്. വീണ ജോർജ് വന്ന വഴികളൊക്കെ നമുക്കറിയാം. നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് തന്നെ സഭയുടെ ആളായിട്ടാണ്. തോറ്റിരുന്നുവെങ്കിൽ വീണ ജോർജിന് ഏതെങ്കിലും കോർപ്പറേഷൻ സ്ഥാനമോ മറ്റോ കൊടുത്തേനെ. 2021 വിജയിച്ചു വന്നപ്പോൾ, ഇതിനിടയ്ക്ക് 2019 പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ച് തോറ്റു. 21 വീണ്ടും മത്സരിച്ച് ജയിച്ചു വന്നപ്പോൾ സഭ ആവശ്യപ്പെട്ടു മന്ത്രിസ്ഥാനം വേണമെന്ന്. 2016 കോടിയേരിയുമായിട്ട് വലിയ ഒരു സഖ്യം തന്നെ സഭ ഉണ്ടാക്കി എന്നുള്ളതാണ്. അങ്ങനെയാണ് മന്ത്രി ഇപ്പോൾ രണ്ടാം തവണ ജയിച്ചു വന്നപ്പോൾ മന്ത്രിസ്ഥാനം വരെ കൊടുത്തത്. എന്ത് പറ്റി? കേരളത്തിൻ്റെ പൊതുജന ആരോഗ്യം തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ്. നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ മറ്റുള്ളിടങ്ങളുടെ സ്ഥിതി ഏത് തരത്തിലായിരിക്കും? പച്ചക്കൊമ്പിൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ പിന്നെ ഉണക്കക്കൊമ്പിൻ്റെ കാര്യം പറയണമോ? അതായത് തലസ്ഥാന നഗരമാണ്.
തിരുവനന്തപുരത്ത് ഭരണസിരാ കേന്ദ്രത്തിൽ നിന്ന് വെളിപ്പാട് അകലെ മാത്രമാണ് മെഡിക്കൽ കോളേജ് നിൽക്കുന്നത്. അവിടുത്തെ വാർഡുകളിൽ രോഗികളെ അട്ടിയടുക്കിയിട്ടിരിക്കുകയാണ്. കട്ടിലിനടിയിലും ശുചീകരണ മുറിയുടെ ചേർന്നുമൊക്കെയാണ് രോഗികളെ കിടത്തിയിരിക്കുന്നത്. എത്ര ദയനീയമായ അവസ്ഥ! വേണ്ട തരത്തിൽ മരുന്നില്ല, അതുപോലെ തന്നെ വേണ്ടത്ര സ്റ്റാഫില്ല എന്നൊക്കെ പറഞ്ഞ് തന്നെ പല ഡോക്ടർമാരും പല അഭിപ്രായങ്ങളും ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, പ്രഗത്ഭന്മാരായ ഡോക്ടർമാരുള്ള ഇടം എന്ന് പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളുമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എത്ര ഒരു നീണ്ട നിര തന്നെയാണല്ലോ ഉള്ളത് ഡോക്ടർമാരുടെ, പ്രഗത്ഭരുടെ. ആ പ്രഗത്ഭരായ ഡോക്ടറുടെ സേവനം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അവർക്ക് വേണ്ട തരത്തിലുള്ള സൗകര്യവും അതുപോലെ ഉപകരണങ്ങളും മരുന്നും കൊടുക്കുകയാണ് വേണ്ടത്. കേരളത്തിലെ പൊതുജനാരോഗ്യം സംരക്ഷിക്കുമെന്നായിരുന്നു പിണറായി വിജയൻ നൽകിയ ഉറപ്പ്. പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, ഇത് രണ്ടിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് എവിടെ പോയി ഇത്? CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് ഇത്തരത്തിൽ തൊഴിലാളി സ്നേഹമാണല്ലോ കൂടുതൽ കാണിക്കുന്നത്. എന്നിട്ടാണോ ഇത്തരത്തിൽ എത്തിച്ചിരിക്കുന്നത്? ഇത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദുരവസ്ഥ തന്നെയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഒരു സാധാരണക്കാരന് ചെന്നെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എത്തിക്കഴിഞ്ഞാൽ പോലും ഓരോ കാര്യങ്ങൾക്കും അവരെ പറഞ്ഞു വിടുകയാണ് ഓരോന്നിൻ്റെ പേരിൽ. ഇതിനകത്ത് പിന്നില് ഒരു വലിയ കൊള്ളസംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് ധാരാളം സ്വകാര്യ ആശുപത്രികൾ കൂൺമോലെ മുളച്ചു വന്നിട്ടുണ്ട്. വമ്പന്മാരുടെ, വരേണ്യവർഗത്തിൻ്റെ അവിടേക്ക് എത്തിപ്പിടിക്കുക എന്നുള്ളതാണ് പലരും ലക്ഷ്യം വെക്കുന്നത്. അവരെ തീറ്റിപ്പോറ്റുക എന്നുള്ളതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും അല്ല കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളിലും സേവനമനുഷ്ഠിച്ച് വിരമിച്ചിട്ടുള്ള പല പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനമാണ് സ്വകാര്യ ആശുപത്രികൾ ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെ ആ സ്വകാര്യ ആശുപത്രികൾ തിരുവനന്തപുരത്ത് തഴച്ച് വളർന്നു. തിരുവനന്തപുരം മാത്രമല്ല, കേരളം എമ്പാടും അവർക്ക് വേണ്ട തരത്തിലുള്ള ഒത്താശകൾ സർക്കാരും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി ഇങ്ങനെയാക്കിക്കൊണ്ട് രോഗികൾ പോകാവുന്നത്രയും മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകട്ടെ എന്നുള്ള രീതിയിലാണ് പെരുമാറ്റം പോലും. എന്താണ് വീണ ജോർജ് പറഞ്ഞിരിക്കുന്നത്? മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമം സംബന്ധിച്ചുള്ള യൂറോളജി വിഭാഗം മേധാവിയുടെ പരാതി സമഗ്രമായി അന്വേഷിക്കുമെന്ന്. ഈ വിഷയം സർക്കാരിൻ്റെ മുന്നിലോ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ശ്രദ്ധയിലോ പെട്ടിട്ടില്ല. അവിടെ ഈ ഉപകരണങ്ങൾ തീർന്നു കഴിഞ്ഞാൽ എത്തിക്കേണ്ടത് ഇതിനൊക്കെ സൂപ്രണ്ടുണ്ടല്ലോ. സൂപ്രണ്ടിന് പോലും പരാതി നൽകിയിട്ടും വേണ്ട തരത്തിൽ പരിഹരിച്ചില്ല എന്നാണ് ഈ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഈ വീണ ജോർജ് ഇടയ്ക്ക് അധികാരത്തിൽ കയറിയ ഉടനെ വലിയ മിന്നൽ പരിശോധനയൊക്കെ നടത്തി. ഒരു മന്ത്രിയും അത്തരത്തിലുള്ള മിന്നൽ പരിശോധന നടത്തി ഷോ കാണിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയണം. അവിടെ ആരോഗ്യ ഡയറക്ടറുണ്ട്, മെഡിക്കൽ കോളേജിന് സൂപ്രണ്ടുണ്ട്. ഇവരെ കൊണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്യിക്കുക എന്നുള്ള ഒരു മാനേജ്മെന്റിലേക്ക് വേണം മന്ത്രിമാർ പോകേണ്ടത്. അല്ലാതെ വെറും ഷോ കാണിക്കാൻ വേണ്ടി അവിടെ മിന്നൽ പരിശോധന നടത്തുകയല്ല വേണ്ടത്. എന്തായാലും ഈ ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തൽ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇവിടുത്തെ പൊതുജനത്തിൻ്റെ വാക്കുകൾ തന്നെയാണ് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത്. എന്തായാലും ഇതിനൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.